ഇതാണ് റെസ്പെക്ട്. ഭൂവി എറിയുമ്പോ ഈ ഒരു ബഹുമാനം. ഇതൊരു ബൗണ്ടറിയിലേക്കാണോ? നല്ല വേഗത. ഔട്ട്ഫീൽഡിൽ ബൗണ്ടറിയിലേക്ക് കാര്യങ്ങൾ. 4 റൺസിലേക്ക് KKR വിതൗട്ട് ലോസ്. ബാക്ക് ഫുട്ടിൽ വെയിറ്റ് ചെയ്യുന്നു. എത്ര ക്ലാസ് ആയിട്ടാണ് ആ ബൗണ്ടറി. വലിയ പവർ ഒന്നും വേണ്ട, നല്ല വേഗതയേറിയ ഔട്ട്ഫീൽഡ്. ഒന്ന് തൊട്ടുരുമി വിട്ടാൽ തന്നെ അതിവേഗം ബൗണ്ടറിയിലേക്ക് ഒഴുകുന്ന ഒരു ഔട്ട്ഫീൽഡിന്റെ വേഗത നമ്മൾ കാണുന്നു. ആ ഷോട്ടിന്റെ കോൺഫിഡൻസ് ആണ് ഇവിടെ ഇതും 6 അടിക്കാൻ സാധിക്കുന്നത്. അതൊരു റിവാർഡ് ആണല്ലേ. കഴിഞ്ഞ പന്തിൽ ആ ഒരു ഷോട്ടിൽ തന്നെ ഫിൻ അലൻ കാര്യങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ റായ്പൂരിന്റെ അന്തരീക്ഷത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിവിടെയൊന്നും അവസാനിക്കുന്ന ഒരു കൊടുങ്കാറ്റല്ല. നമുക്കറിയാം, ആഞ്ഞു വീശിയാൽ റായ്പൂരിനെ ഏറെ ബാധിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ RCBയെ ഏറെ ബാധിക്കാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റാണ് ഫിൻ അലൻ. ഇത് തുടർച്ചയായ ബൗണ്ടറികൾ കൊണ്ടുവരുന്ന ഒരു സോണായി മാറുന്നു. നോക്കുക, വൈഡ് ഓഫ് സ്റ്റംപിൽ ചെറിയൊരു വിട്ട് ലഭിക്കുന്നു. ഇത് നിരന്തരമായി ഈ ഒരു റീജിയൻ, ആ ബൗണ്ടറികൾ നമുക്കറിയാം, 3 ബൗണ്ടറികളും സംഭവിച്ചത് ഇതേ റീജിയൻ, ഇതേ ഷോട്ട്. ബൗണ്ടറികളുടെ പെരുമഴ. പക്ഷെ അത് പറയുമ്പോ ഭുവിയുടെ ചാപ്റ്റർ നമ്പർ 1 ഒളിഞ്ഞിരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഫിൻ അലനെ എങ്ങനെ എടുക്കാം, അതാണ് ഇപ്പോ കാണിച്ചു തരുന്നത്. ഗോൺ ഫിൻ അലൻ എന്ന അപകടകാരി മടങ്ങുന്നു. അവിടെ ഫിൻ അലൻ 18 റൺസുമായി. മാക്സിമം വെൽക്കം ചെയ്യുകയാണ് രഘുവൻഷി അവിടെ ഡഫിയെ ഒരു മാക്സിമത്തിലൂടെ. വേഗത എടുത്തെറിയുന്നു. അത് ഗ്യാപ്പിലേക്കാകുമ്പോൾ ഒരു ബൗണ്ടറി ആണ്. യെസ്, ബദലിനും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. നോക്കുക, ചെറിയൊരു വിട്ടാണ്, പക്ഷേ അത് നന്നായി ആ ഗ്യാപ്പിലേക്ക് പ്ലേസ് ചെയ്യാൻ കഴിയുമ്പോൾ ഒരു ബൗണ്ടറിയിലേക്ക് എത്തുന്നു. ഷോട്ട് മാക്സിമം 43ലേക്ക് KKR. ഒരു എക്സിക്യൂഷൻ ബ്രില്യന്റ് ആവുന്നു ഇവിടെ. അജിൻക്യ രഹാനെയുടെ ബൗണ്ടറിയിലേക്കാണ് എത്തുന്നത് KKR. Flat is on top floor. Long wire chahiye for charging. Green e-wooter ആണ്. Charging simple ആണ്. Top floor ആയാലും. Excellent shot here. Oh, the match is getting really interesting. So are the deals on JioStar. So why wait? On JioStar, click here. Order your food. Grab exciting discounts without missing a single ball. Match on, munch on. അതും ജോഷ് ഹേസിബിളിനെതിരെ നേടുമ്പോൾ ഒരു ആത്മവിശ്വാസം നേടിയെടുക്കുന്ന ബാറ്റേഴ്സ്. ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ജോഷ് ഹേസിബിൾ നേടിയെടുക്കുന്നത് ക്യാപ്റ്റന്റെ വിക്കറ്റ്. അജിൻക്യ രഹാനെ അടി തുടങ്ങിയ സമയം, പക്ഷെ കൊണ്ടുവരുന്നു രജത് പട്ടിദാർ തന്റെ സ്ട്രോങ് ബോളറെ. നേടിയെടുക്കുന്ന വിക്കറ്റുകൾ. ബ്രേക്ക് ത്രൂ വീണ്ടും RCBക്ക്. രഹാനെ പുറത്തേക്ക് 19 റൺസുമാണ്. ഗ്രേറ്റ് ഷോട്ട്. രഘുവൻഷി കൃത്യമായിട്ട് ക്രീസിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു ബൗൺസ് മുതലാക്കുന്നു. അതിന്റെ ഗ്യാപ്പ് കണ്ടെത്തുന്ന രഘുവൻഷി. അസാമാന്യമായ ടൈമിംഗ്. ഔട്ട്സൈഡ് എഡ്ജ് ബൗണ്ടറിയിലേക്ക് കാമറൂൺ ഗ്രീൻ കൃത്യമായിട്ട് ഒരു ബാറ്റിന്റെ ഫേസ് അല്പം ഓപ്പൺ ആക്കുന്നു. നേടിയെടുക്കുന്നു KKRന് വേണ്ടി ഈ ഒരു സമയം. അപ്പൊ ഈ 2 പേര് ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്യാപ്പ് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും, ബൗണ്ടറികൾ നേടാൻ സാധിക്കും. 14 പെർ ഓവർ അല്ലെങ്കിൽ ഒരു 10 to 14 ഇടയിൽ കൊണ്ടുവരാൻ കെൽപ്പുള്ള താരങ്ങളാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 ആണ്. അതാണ് ഈ ബാറ്ററിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഇനിയിപ്പോ ആ ഒരു സംശയം വേണ്ട. അങ്ങനെ ബൗണ്ടറി ഇല്ലാണ്ട് ഈ ഓവറും പോകണ്ട മോനെ കൃണാൽ പാണ്ഡ്യ. രഘുവൻഷി ഒരു മാക്സിമത്തിൽ കാര്യങ്ങൾ തിരിച്ചെഴുതുന്നു. വാട്ട് എ സിക്സ്. അല്ല, ഇത് വന്നുകൊണ്ടിരിക്കണം. കാരണം ഇനി വരാൻ പോകുന്ന RCBയുടെ ബാറ്റിംഗ് യൂണിറ്റ് അറിയാലോ. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? സോ കൃണാൽ പാണ്ഡ്യക്കിട്ട് ആദ്യം തന്നെ ഒരു മാക്സിമം കൊടുത്തു തുടങ്ങുമ്പോ അതാണ് കാമറൂൺ ഗ്രീൻ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഈ ഒരു ഷോട്ടോട് കൂടി പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്ലോ, ഇതത്ര നല്ല സൂചനകളല്ല.
എന്നെ അടികൊള്ളിക്കോടെ നീയൊക്കെ കൂടി എന്ന രീതിയിലാണ് കൃണാൽ പാണ്ഡ്യ നോക്കുന്നതും ടിം ഡേവിഡിന്റെ കയ്യിൽ നിന്നാണ് അങ്ങനെ ഒരു പിഴവ് സംഭവിക്കുന്നതെന്ന് കാണുക. ഇങ്ങനെ ബൗണ്ടറീസ് വരുമ്പം അനിവാര്യമാണ് ഓരോ ഓവറിലും ഇനി ഒരു 10 റൺ വെച്ച ഒരു ഓവറിൽ അടിക്കുവാണെങ്കിൽ തന്നെ വലിയ സ്കോറിലോട്ട് എത്തും. കുറ്റിത്തെറിപ്പിക്കുന്ന കാഴ്ച. റസിഖ്ദാർ ഏത് ഓസ്ട്രേലിയൻ താരവുമായിക്കോട്ടെ, പക്ഷേ എന്റെ മുന്നിൽ വന്നാൽ എറിഞ്ഞിടും. ബൗണ്ടറി ഒക്കെ കൊടുക്കും, പക്ഷേ എന്റെ ഉണ്ട് സ്റ്റോക്ക് ബോൾ. കാമറൂൺ ഗ്രീൻ പുറത്തേക്ക് 32 റൺസുമായി. ഡഫി ഷോട്ട് കൃത്യമായിട്ട് ഗ്യാപ്പ് കണ്ടെത്തുന്ന കാഴ്ച. ബൗണ്ടറിയിലേക്ക് വരച്ചുവിടുന്ന ആംഗ്രീഷ് രഘുവംശിയാണ്. അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്ന KKRന്റെ നെടുന്തോൺ ഈ സീസണിലെ ആംഗ്രീഷ് രഘുവംശി 32 പന്തുകൾ മാത്രം നേരിടുന്നു. മികച്ച സ്ട്രൈക്ക് റേറ്റാണ് 156.25. റിങ്കു സിംഗും ഇതുപോലെ ആഞ്ഞടിക്കുക തന്നെ വേണം ആ ഒരു ബൗണ്ടറി. ക്ലാസിക് മാക്സിമം നേടുന്ന ആംഗ്രീഷ് രഘുവംശി കൃണാൽ പാണ്ഡ്യയെ കൃത്യമായി മനസ്സിലാക്കുന്നു, ലെങ്ത് മനസ്സിലാക്കുന്നു, കൃത്യമായ ആ ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് നേടിയ മാക്സിമം ആണ്. കാണാൻ അഴകുള്ള 6. ഓ ഷോട്ട് ബൗണ്ടറി. ബൗണ്ടറിയിലേക്ക് രഘുവംശി എത്തുകയാണ്. തന്റെ മികച്ച IPL T20 കരിയറിലെ മികച്ച സ്കോറിലേക്ക് എത്തുന്ന ആംഗ്രീഷ് രഘുവംശിയാണ്. റിങ്കു സിംഗ് മാക്സിമം കണ്ടെത്തുന്നു KKRന് വേണ്ടി. അൺബീറ്റൻ റൺസുകളാണ് അവസാന കുറച്ച് മാച്ചുകൾ റിങ്കു സിംഗ് നേടുന്നത്. ഇത് കൊള്ളാം. തേർഡ് മാൻ അകത്താണ് എന്ന് മനസ്സിലാക്കി ജസ്റ്റ് ഒന്ന് ആ ബാറ്റിന്റെ ഫേസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അനായാസമായ ഒരു ബൗണ്ടറിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ ഓവർ ഒരു 15 റൺസിന്റെ ഓവറൊക്കെ ഈ 2 പേര് ശ്രദ്ധിക്കും. അതിന്റെ തുടക്കമാണ് ഇതൊരു ബൗണ്ടറി കിട്ടിക്കഴിഞ്ഞു. 2 ബോൾ 5 റൺ വന്നിട്ടുണ്ട്. വാവ്, കൊള്ളാം. ഫൈൻ ലെഗിൽ അങ്ങനെ ഫൈൻ ലെഗ് ഫീൽഡർ അകത്താണ്, അത് മനസ്സിലാക്കി അവിടേക്ക് ആ ഗ്യാപ്പ് ഒന്ന് കണ്ടെത്തുന്ന ഒരു കാഴ്ച കൂടി കാണാം. ഒരെണ്ണം കിട്ടുന്നു, അത് നേരെ തൂക്കി റിങ്കു തന്റെ കരങ്ങളോടെ എന്ന് തന്നെ പറയണം. സോ 192 ആണോ 3 ആണോ അതാണ് അറിയേണ്ടത്. യെസ്, ഡബിൾ 193. Excellent shot here. Oh, the match is getting really interesting. So are the deals on JioHotstar. So why wait? On JioHotstar, click here. Order your food. Grab exciting discounts without missing a single ball. Match on, munch on. മൂന്നിലേക്ക് നോ, ക്ലോസ് ആണ് അവിടെ. വിധി കണ്ടു തന്നെ അറിയേണ്ടി വരും. അമ്പയേഴ്സ് റിവ്യൂവിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല, നേരെ ഗിവൺ എന്ന സാഹചര്യത്തിലേക്കാണ്. സോ 1 റണ്ണാണ് രേഖപ്പെടുത്തുന്നത്. 192 KKR എത്തുന്നു. 193 എന്ന ലക്ഷ്യമാണ് റായ്പൂരിൽ. നല്ല തുടക്കം. അത് അദ്ദേഹത്തിന്റെ മാജിക്കൽ റിസ്റ്റ് വർക്ക് എന്ന് പറയേണ്ടി വരും. 3 ബോളുകൾ. വാവ്, ആടി മോനെ പൂക്കുറ്റി. ഇന്ന് ഒരു പൂക്കുറ്റി പോലും അടിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ. കിങ് കോഹ്ലി എന്ന് എപ്പോഴും ഇദ്ദേഹത്തിനെ വിളിച്ചു പോകുന്നത് ഇങ്ങനെയുള്ള രാജകീയമായ തിരിച്ചുവരവുകൾ അദ്ദേഹത്തിന് കഴിയുന്നത് കൊണ്ടാണ്. സൂപ്പർ. இந்த ஆட்டம் போதுமா தம்பி? 20ലേക്ക് RCB without loss. സൗരഭ് ദുബെ എത്തുന്നു. ഇതാണ് ഇങ്ങനെയുള്ള താരങ്ങളുടെ പ്രത്യേകത. ആദ്യ ഓവർ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്യും, എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇവരുടെ അടുത്തുള്ളത്. തൊട്ടടുത്ത ഓവറിൽ വരുന്നു ആദ്യ പന്ത് തന്നെ ബെഥലിന്റെ ഭാഗത്തു നിന്നും ഒരു മാക്സിമം. 4 ബൗണ്ടറിയാണ് നമ്മൾ കണ്ടത്. ഇതിവിടെ ഒന്നും അവസാനിക്കുമോ? നോ ചാൻസ്. ഓ, ഇങ്ങനെ വിട്ടുകൊടുത്താൽ അടി മേടിക്കും. ഓ, ടോപ്പ് എഡ്ജ്. ഐ തിങ്ക് ഗോൺ. ത്യാഗി ചുമ്മാതൊന്നും അല്ല. RVGയുടെ കാര്യമൊന്നും പറയണ്ട. പറഞ്ഞ പോലെ സംഭവിക്കുകയാണ്. RVG കൊള്ളാം, ത്യാഗി കൊള്ളാം. ത്യാഗിയുടെ ത്യാഗം അത് ഏറ്റിരിക്കുന്നു. ജേക്കബ് ബദൽ ഔട്ടാവുന്നു 15 റൺസോടുകൂടി.
ദേവദത്ത് പടിക്കലിന്റെ ഒരു പാറ്റേൺ ഉണ്ട് ഈ സീസണിൽ. യെസ്, ഈ വിട്ടാണ് ഈ മത്സരത്തിൽ പവർ പ്ലേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത്. വീണ്ടും ആ വിട്ട് അവിടെ ലഭിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു റോങ് ലൈൻ, അത് കറക്റ്റായി പടിക്കൽ ബൗണ്ടറി കടത്തുകയാണ്. അവസാന പന്തും ബൗണ്ടറി കടത്തുകയാണ് ദേവദത്ത് പടിക്കൽ. RCB 56 for 1. കാർത്തിക് ത്യാഗി, പവലിന്റെ കയ്യിൽ നിന്നാണ് ആ ഒരു ക്യാച്ച് മിസ്സാവുന്നത്. ക്ലാസ് എലഗൻസ് വിരാട് കോഹ്ലി. RCB ആരാധകർ അവിടെ ഉണ്ട്. ആ കൈകളിലേക്ക് അടിച്ചിടുന്ന ഒരു കാഴ്ചയാണ്. കിങ് ഈസ് ബാക്ക്. അത് ഞാൻ പറഞ്ഞില്ലേ, നല്ല സ്കോർ തന്നെ വേണം ഈ ഒരു പവർ പ്ലേയിൽ. ആ പവർ പ്ലേയിലെ സ്കോറാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. കാരണം ഇഫ് യു പവർ പ്ലേ വിൻ ചെയ്യുകയാണെങ്കിൽ ഹാഫ് മാച്ച് വിൻ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ഫുൾ ബൗണ്ടറിയിലേക്കാണ് കോഹ്ലി. അങ്ങനെ ഒരുപാട് ബൗണ്ടറികളുടെ ഒരു പമ്മലുണ്ടായ സമയത്ത് ഒരു ബ്രേക്ക് ത്രൂ ബൗണ്ടറി എന്ന് തന്നെ പറയാം. ഫുൾ ഷോട്ട്, അങ്ങനെ അർദ്ധ സെഞ്ചുറി. Kebabs for the opening, biryani in the middle order, and dessert for the tail enders. By ordering from Swiggy on JioStar, my playing 11 is all set. On JioStar, click here. Order your food, grab exciting discounts without missing a single ball. Match on, munch on. Tata IPL, every day. This broadcast on Jio Hotstar is co-presented by Campa Energy, Unstoppable Banja, and the new AI mode in Google search, co-powered by Birla Opus Paints, in association with Shukar Hai Sure Hai, Vida, powered by Hero, Mutual Funds, Sahi Hai, Britannia 50/50, and Google Pay, UPI partner. പൂർത്തിയാക്കുന്ന കിങ് കോഹ്ലിയെ കാണാം. വന്നിട്ടേന്ത് സൊല്ല്, തിരുമ്പി വന്നിട്ടേന്ത് സൊല്ല്, അതാണ് കോഹ്ലിയുടെ കംബാക്ക്. കോഹ്ലി അഗ്രഷൻ ആരംഭിക്കുകയാണ്. ഇനി എന്തിന് കാത്തിരിക്കണം? ബൗണ്ടറിയോടുകൂടി ഓവർ അവസാനിപ്പിക്കുന്നു. 114 RCB. ദേവദത്ത് പടിക്കൽ പടികേറിപ്പോന്ന കാഴ്ചയാണ് റായ്പൂരിൽ കാണാൻ സാധിക്കുന്നത്. പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, നേടിയെടുക്കുന്നു ഇവിടെ വിക്കറ്റ്. ബ്രേക്ക് ത്രൂ, അതും ദേവദത്ത് പടിക്കലിന്റെ വിക്കറ്റാണ്. കാർത്തിക് ത്യാഗി തന്റെ രണ്ടാം വിക്കറ്റ്. ദേവദത്ത് പടിക്കൽ ഔട്ടാവുന്നു 39 റൺസുമായി. മികച്ച അനുഭവം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന വിരാട് കോഹ്ലി. ഇവിടെ വിരാട് കോഹ്ലി ബൗണ്ടറി നേടുകയാണ്. അവസാന പന്ത് 145-ന് 2. നേരെ ഗ്യാപ്പിലേക്ക് ബൗണ്ടറി നേടുന്ന വിരാട് കോഹ്ലി. രജത് പാഠിദാർ, സുനിൽ നരേനാണോ ആരോ ആയിക്കോട്ടെ, സ്പിന്നർ വന്നാൽ അത് ഗാലറിയിലേക്കാണ്. നോക്കാം ഈ, പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റി. രഹാനെ എത്ര പ്രാവശ്യമാണ് ആ പന്ത് തട്ടിക്കളിച്ചത്. നമ്മൾ ചില സമയത്ത് നാരങ്ങ കൊണ്ട് അമ്മാനമാടുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ പന്ത് കൊണ്ട് അമ്മാനമാടുന്ന അജിൻക്യ രഹാനെ നേടിയെടുക്കുന്നത് ക്യാപ്റ്റൻ രജത് പാഠിദാറിന്റെ വിക്കറ്റ്. ബ്രേക്ക് ത്രൂ, ക്രൂഷ്യൽ ടൈം. രജത് പാഠിദാർ പുറത്തേക്ക് 11 റൺസുമായി 157-3 RCB. ഇവിടെ കോഹ്ലി വീണ്ടും ബൗണ്ടറികളിലാണ് ഡീൽ ചെയ്യുന്നത്. യെസ്, സ്ട്രേറ്റ് ഷോട്ട് കോഹ്ലി. വാട്ട് എ മാക്സിമം. ഇതാണ് ഇത്തരത്തിലുള്ള മാക്സിമത്തിന്റെ ഏറ്റവും നല്ല കലാകാരനാണ് കോഹ്ലി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ 6 ഒക്കെ ഒരു കലയാണെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല കലാകാരൻ. മാക്സിമം. കിങ് കോഹ്ലി 2 റൺസിന്റെ ഒരു അകലയിലേക്ക് മാത്രമായി തന്റെ സെഞ്ചുറിക്ക് എത്തുന്നു. വാട്ട് എ ഷോട്ട്. ലോകം മുഴുവൻ കോഹ്ലിയുടെ ആ സെഞ്ചുറിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വാട്ട് എ ക്യാച്ച്. ബ്രില്യന്റ് ക്യാച്ച്. What a catch. റിവ്യൂയിലേക്കാണ് കാത്തിരിക്കാം.
Show me from the side camera. വണ്ടർ സിമൻസ് ഡിസിഷനിൽ ഔട്ട് എന്ന വിധി വരുമ്പോൾ ടീം ഡേവിഡ് ഔട്ട് ആവുന്നു. 2 റൺസോടുകൂടി ആ മാന്ത്രിക കല്ലിന്റെ ഒരു സെഞ്ചുറി കാഴ്ചയിലേക്ക് 1 റൺസ് അകലെ. സോ സ്ട്രൈക്കിൽ കോഹ്ലി രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തിരുന്നു. ഒടുവിൽ ആ ദിവസം വന്നു ചേരുകയാണ്. 2022 RRനെതിരെ നേടിയ ആ ഒരു സെഞ്ചുറി നേട്ടം, 2024 നേടിയ ആ സെഞ്ചുറി നേട്ടം, അതിനുശേഷം ഇതാ വീണ്ടും ഒരു സെഞ്ചുറി കൂടി കോഹ്ലി പൂർത്തിയാക്കുമ്പോൾ അതാണ് 58ാമത്തെ IPL കരിയറിലെ ഒരു ബ്യൂട്ടിഫുൾ നേട്ടമായത് മാറുന്നു. അനദർ വൺ. ഇതൊക്കെ ഒന്നും ആയിട്ടില്ല, ഇനി ഇഷ്ടം പോലെ വരാനുണ്ട് എന്നുള്ളത് ഈ ബാറ്റ് കാണിച്ചു തരും. RVG ഷോർട്ട് ബോൾ ആൻഡ് ക്ലീൻ. കാര്യങ്ങൾ അവിടെ പര്യവസാനിപ്പിക്കുന്നു ഒരു ബൗണ്ടറിയിൽ. അങ്ങനെ RCB ഒരു പ്രാവശ്യം നമ്മൾ ഈ സാല കപ്പ് നന്ദു എന്ന് പറഞ്ഞു, ഒരിക്കൽ കൂടി പറയേണ്ടി വരും RVG.